നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങളുടെ പ്രൊസീജിയർ എന്താണോ അതുപോലെ നടക്കട്ടെ. ഓക്കെ മാഡം. സാർ വരുന്നോ അതോ ഞങ്ങൾ കൊണ്ടുപോകണം? ഞാൻ വരാം. വരൂ. എന്താ മോളെ, എന്താ ഉണ്ടായത്? എന്താ നടക്കുന്നതെന്ന് അച്ചമ്മയ്ക്ക് കാണാൻ വയ്യേ. അവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതാണോ മോളെ? അപ്പൊ അച്ചമ്മ കണ്ടു. കാർത്തികനെ പോലീസ് കൊണ്ടുപോയത്. എന്തിനാ അവനെ പോലീസ് കൊണ്ടുപോയത്? ഓ, അത് ശരി. ഇതൊക്കെ നിന്റെ പ്ലാനിംഗ് ആണെന്ന് തോന്നുന്നല്ലോ. പിന്നല്ലാതെ കളക്ടറുടെ ബംഗ്ലാവിൽ വന്ന് ഒരു അറസ്റ്റ് നടക്കണമെങ്കിൽ അതിനീ സുന്ദരി തന്നെ പ്ലാൻ ചെയ്തല്ലേ പറ്റൂ. ഇന്ന് മോളുടെ ബർത്ത്ഡേ കഴിയുന്നത് വരെ ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാവരുത്. തൽക്കാലം അയാൾ അകത്തിരുന്നോട്ടെ. അതല്ലേ വേണ്ടത്? അത് തന്നെയാ വേണ്ടത്. എന്റെ മോൾക്ക് എന്തായാലും എന്റെ ബുദ്ധി കിട്ടിയിട്ടുണ്ട്. ബുദ്ധിയൊക്കെ അവിടെ നിക്കട്ടെ. ലക്ഷ്മി അമ്മ കാർത്തികനെ അന്വേഷിക്കും. അപ്പൊ എന്തു പറയും? ഓ, എന്തു പറയാൻ? അവനെ പോലീസ് തപ്പിക്കൊണ്ടുപോയിന്ന് പറയും. ഓ എന്റെ അച്ഛമ്മ, അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയണ്ട. പിന്നെ എന്തു പറയും മോളെ? അയാള് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അതി കയറി പോകുന്നത് കണ്ടു. അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ അത്രേ ഉള്ളൂ. അവൻ ഒരു ഓട്ടോയിൽ കയറി എങ്ങോട്ടോ പോയി. മോള് വാ. മാസ്റ്ററെ, 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 പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടു വന്ന് മാസ്റ്ററിനെ കാണിക്കാന്ന് വിചാരിച്ചപ്പോ മാസ്റ്റർ എവിടെ പോയി? മാസ്റ്ററെ, 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 മാസ്റ്റർ. മുറിയില് മാസ്റ്റർ ഇല്ല. മാസ്റ്ററിനെ ഇവിടെ എങ്ങും കാണാനും ഇല്ല. അപ്പൊ മാസ്റ്റർ എവിടെ പോയതായിരിക്കും? മോൾ ഇതെന്താ ആലോചിച്ച് നിൽക്കുക? ഞാൻ മാസ്റ്ററിനെ നോക്കുമായിരുന്നു. മാസ്റ്റർ മുറിയിലും ഇല്ല, ഇവിടെ ഇല്ല. മാസ്റ്റർ ഇല്ല. മാസ്റ്റർ കാണുന്നില്ലേ? ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മയാണല്ലോ. ഇനിയിപ്പോ എന്തു പറയും? എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. എടുക്കാതിരിക്കുന്നതാ നല്ലത്. കട്ട് ചെയ്തേക്കാം. എന്തു പറ്റി ചെറിയച്ചമ്മ? മാസ്റ്റർ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. തിരിച്ചു വിളിക്കുമായിരിക്കും. നമുക്ക് നോക്കാവേ. ആഹാ, മോള് പോവാൻ റെഡിയായോ? എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അതിന് സുന്ദരി റെഡിയായി വന്നില്ലല്ലോ. അച്ഛമ്മ, അമ്മൂട്ടി മാത്രമല്ല മാസ്റ്ററിനെയും കാണാനില്ല. നമുക്ക് മാസ്റ്ററും കൂടി വന്നിട്ട് പോയാ മതി. മാസ്റ്റർ വരുന്നവരെ കാത്തു നിൽക്കൊന്നും വേണ്ട. മോളുടെ അമ്മൂട്ടി വന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിറങ്ങാം. അത് വേണ്ട, മാസ്റ്ററും കൂടി വന്നാലേ ഞാൻ വരൂ. പറയുന്ന കേക്ക് മോളെ. മാസ്റ്റർ എവിടെയോ പോയിരിക്കുകയാണെന്നാണ് അച്ചമ്മ പറഞ്ഞത്. അയാളെ കാത്തുനിന്ന് നമ്മൾ ഫംഗ്ഷൻ സ്ഥലത്തെത്താൻ വൈകും.
മാസ്റ്റർ വരുമ്പോ അങ്ങ് വന്നോളും. നമുക്ക് അമ്മൂട്ടിയെ വിളിച്ചോണ്ട് വേഗം ഇറങ്ങാൻ നോക്കാം. ഇല്ല, മാസ്റ്റർ വരാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോയില്ല. ഉഫ്, ഉഫ്. ആണോ? എന്നിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? ഓക്കെ, ഫോഴ്സ് എത്തിയിട്ടുണ്ടോ അവിടെ? ശരി ശരി, തൽക്കാലം സംയമനം പാലിക്കാൻ പറ. ഞാൻ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തോളാം. ശരി, ഓക്കെ. അച്ഛമ്മ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. നിങ്ങൾ മോളെ കൊണ്ട് അമ്പലത്തിലേക്ക് പൊയ്ക്കോ. അവിടെ നിങ്ങൾ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. എന്തു വർത്തമാനാ സുന്ദരി നീ പറയുന്നേ? വർഷത്തിലൊരിക്കലാ കുഞ്ഞിന്റെ ഒരു പിറന്നാള് വരുന്നേ. അന്ന് നിനക്ക് തിരക്കോട് തിരക്ക്, അതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ലേ? അച്ഛമ്മ, ഫംഗ്ഷന് പോവാൻ വേണ്ടി സാരി ഉടുത്ത് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴാ കമ്മീഷണറുടെ കോള് വന്നേ. ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ, എന്നിട്ട് പോയി ഡ്രസ്സ് മാറി ഞങ്ങളോട് വരാൻ നോക്ക്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ഇവിടെ അടുത്ത് ദുർഗാദേവി ക്ഷേത്രമില്ലേ, അവിടുത്തെ കമ്മിറ്റിക്കാരും നാട്ടുകാരും തമ്മിലൊരു ഇഷ്യൂ. കൊല്ലാനും തിന്നാനും റെഡിയായി നിൽക്കുക രണ്ടു കൂട്ടരും. പോലീസ് തൽക്കാലം രണ്ടു കൂട്ടരെയും തടഞ്ഞു നിർത്തിയേക്കുക. ഞാൻ ചെന്ന് ചർച്ച ചെയ്ത് ഒരു സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രശ്നം രൂക്ഷമാവും. എനിക്ക് പോയേ പറ്റൂ. മഴമോളെ, മോൾ ഇവരുടെ കൂടെ ഇപ്പൊ അമ്പലത്തിലേക്ക് പോണം. അവിടുന്ന് നേരെ ഫംഗ്ഷൻ നടക്കുന്ന റിസോർട്ടിലേക്ക് പോയാൽ മതി. അമ്മൂട്ടി പോയിട്ട് തിരിച്ചു വന്ന് ഡ്രസ്സ് മാറി നേരെ റിസോർട്ടിലേക്ക് വന്നോളാം, കേട്ടല്ലോ? അല്ലെങ്കിൽ അമ്മൂട്ടി ഇങ്ങനെ തന്നെ ഒരു കാര്യത്തിനും കൂടെ വരില്ല. ചേട്ടായി, എന്റെ കാറ് വന്നു. ഇനിയും സംസാരിച്ച സമയം കളയാൻ പറ്റില്ല. ഞാൻ ഇറങ്ങുക. പോട്ടെ മോളെ. എന്തായാലും ഇപ്പൊ സുന്ദരിയില്ല. കാർത്തിക്കിനെ വിളിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് വരാൻ പറയാം. കുറച്ച് സമയമെങ്കിലും പിറന്നാളായിട്ട് അവന് മോളുടെ കൂടെ നിൽക്കാൻ പറ്റുമല്ലോ. എങ്കിൽ പിന്നെ നമുക്കിറങ്ങിയാലോ? ആ, ഞാൻ ഇപ്പൊ വരാവേ. വീണ്ടും അമ്മ വിളിക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും? കാര്യങ്ങൾ മുഴുവൻ കൈവിട്ടു പോവാണല്ലോ എന്റെ ചാമുണ്ടേശ്വരി. നീ ഇപ്പൊ എന്ത് ചെയ്യും? ലക്ഷ്മി, വരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇറങ്ങാം. ആ, വരുന്നു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എന്ന പോലെ സുന്ദരി എന്നെ കുടുക്കി. എങ്ങനെ ഈ കുടുക്ക് പൊട്ടിച്ച് പുറത്ത് ചാടണം, അല്ലെങ്കിൽ എന്റെ എല്ലാ പണിയും പാളും. ഹലോ സർ. അതെ സർ, അതെ സർ, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരി സർ, നേരെ അങ്ങോട്ട് തന്നെ വരാം. ഓക്കെ സർ. എടോ, ജീപ്പ് നിർത്തി. സുരേഷേ, താൻ ഇയാളെ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കോ. സർക്കിൾ സാറാ വിളിച്ച് എന്നെ വേഗം അമ്പലത്തിലേക്ക് എല്ലാം പറഞ്ഞു. അപ്പൊ ഇയാളുടെ കാര്യം എങ്ങനെയാ സാറേ? ഇയാളെ ഒരു ഓട്ടോ വിളിച്ച് സ്റ്റേഷനിൽ എത്തിക്കും. ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. ശരി സാർ. ഡോ വന്നേ, ഇറങ്ങ. അല്ല സാറേ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തന്നെ മൊഴിയെടുക്കണമെന്ന് ആ എസ് ഐക്ക് എന്താ എത്ര വാശി? തലപ്പത്തിരിക്കുന്നവർ പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു. ആ പിന്നെ ചോദ്യം ചെയ്യൽ ഇങ്ങോട്ട് വേണ്ട കേട്ടോ.
ചോദ്യം ചെയ്തല്ല സാർ, ഒരു ഡൗട്ട് അത്രേ ഉള്ളൂ. അത്യാവശ്യത്തിന് നോക്കിയാൽ ഒരു ഓട്ടോയും കാണില്ല. അല്ല, ഞാനിപ്പോ സ്റ്റേഷനിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? എന്തായാലും ഇപ്പൊ വരുന്നുണ്ടല്ലോ, അപ്പൊ ഈ ചോദ്യത്തിൽ കാര്യമില്ല. ഞാനപ്പോ അങ്ങ് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞാലോ? ഓടി രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞത്. അങ്ങനൊരു ഫേവർ സാർ എനിക്ക് ചെയ്തു തന്നാ അതിന്റെ ഗുണം സാറിനുണ്ടാവും. എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് അങ്ങനെയാണോ? അതെ സാർ, സാറിന് ദോഷമൊന്നും വരില്ല. സാറിനെ ഉപദ്രവിച്ചിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്താൽ മതി. കൃത്യമായൊരു എമൗണ്ട് സാറിന്റെ വീട്ടിലെത്തിയിരിക്കും. ഇതെന്റെ വാക്ക്. താനെന്താടോ എന്നെ പണം തന്ന് പർച്ചേസ് ചെയ്യാണോ? അയ്യോ, ഇതെങ്ങനെ പർച്ചേസ് ഒന്നുമല്ല സാർ. ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഛേദമില്ലാത്തൊരു ഉപകാരം. എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ടാ. അത് കഴിഞ്ഞ് ഞാൻ തന്നെ വേണമെങ്കിൽ സ്റ്റേഷനിൽ എത്തിക്കോളാം. ഓട്ടോ